വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ്. മണവാളൻ എക്സ്പ്ലെയിൻസ്. ഓക്കെ, കേരളവർമ്മ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയിട്ട് മുങ്ങി നടന്നു എന്ന് ആരോപിക്കപ്പെട്ട മണവാളൻ തൻ്റെ കേസിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും എന്താണ് പൂർണ്ണ രൂപം, എന്താണ് ദി അതർ സൈഡ് ഓഫ് ദി സ്റ്റോറി, മണവാളൻ കുറേ നാളുകൾക്ക് മുന്നേ സ്റ്റോറി ഇട്ട് പറഞ്ഞ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് ഇന്നലെ മണവാളൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണുക. അതൊരു വലിയ 10-13 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ ആയിരുന്നു മണവാളൻ്റെ. ആൻഡ് അതിൽ മണവാളൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, മണവാളൻ ഇതിൽ ഇൻവോൾവ് അല്ല, മണവാളൻ്റെ എതിരെ വന്നത് ഫേക്ക് കേസാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ തന്നെ കുറേ FIR കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് തന്നെ കുറേ ഡീറ്റെയിൽസ് മണവാളൻ പങ്കുവച്ചിട്ടുണ്ട്. ആൻഡ് ഇന്നും മണവാളൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. മണവാളൻ ഒളിവിൽ പോയോ ഇല്ലയോ, ന്യൂസിലെല്ലാം നമ്മൾ കണ്ടാണ്. മണവാളനെതിരെ ലുക്കൗട്ട് നോട്ടീസ് വരുന്നു. മണവാളൻ ഒളിവിൽ പോയിരിക്കുന്നു. മണവാളൻ 10 മാസമായിട്ട് ഒളിവിലാണ്. മണവാളനെ അവസാനം ഒളിവിൽ പോയെടുത്തു നിന്ന് കൂർഗിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് വന്നു എന്നാണ് ന്യൂസിലെല്ലാം നമ്മൾ കേട്ടത്. അപ്പോൾ എന്തിന് മണവാളൻ ഒളിവിൽ പോയി? ഇന്നലെയും എനിക്കുള്ള ഒരു ഡൗട്ടായിരുന്നു. അവൻ അത്ര തെളിവുകൾ നിരത്തിയിട്ടും ഇത്ര തെളിവുകൾ ഉണ്ടായിട്ടും താൻ നിരപരാധിയാണെന്ന് ഈസി ആയിട്ട് പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നിട്ടും എന്തിന് ഇവൻ ഒളിവിൽ പോയി, മണവാളൻ എന്തിന് ഒളിവിൽ പോയി എന്നുള്ള ചോദ്യം ഇന്നലെ എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് മണവാളൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. യൂട്യൂബർ മണവാളനെ കാണാനില്ല. യൂട്യൂബർ മണവാളൻ 10 മാസത്തോളമായിട്ട് ഒളിവിൽ. മണവാളൻ എവിടെ പോയി? മണവാളനെ കാണാനില്ല. അങ്ങനെ എന്തൊക്കെ എനിക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഡൗട്ട് ഉണ്ടായിരുന്നു. മണവാളൻ എവിടെ പോയി, കാണാനില്ല, എവിടെ പോയി എന്ന ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. വാർത്തകളായിരുന്നു അറിയോ. ഇപ്പൊ ഞാൻ ഒളിവിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടണം. അതെ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം 10 മാസത്തോളം കഴിഞ്ഞിട്ടാണ് മണവാളൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്. വാർത്തകളിൽ മൊത്തം മണവാളനെ കാണാനില്ല, ലുക്കൗട്ട് നോട്ടീസ് വരെ പുറത്തു വന്നില്ലേ. അപ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒളിവിൽ പോയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഓരോ തെളിവ് സൈഡാണ് ഞാൻ നിരത്താൻ പോണ്. അതിന്റെ മുന്നേ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഞാൻ ഇപ്പോൾ ഒളിവിൽ വന്ന സുകുമാരക്കുറുപ്പിനെ പോലെ ഒരു കേസൊക്കെ വെട്ടിച്ച് ഒളിച്ച് ഭാഗത്ത് നടക്കുമ്പോഴാണ് ഒളിവിൽ പോയി എന്ന് പറയാം. ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഹാജരായിരുന്നു. അതായത് ജില്ലാ കോടതി ആയിക്കോട്ടെ, ഹൈക്കോടതി ആയിക്കോട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ വരെ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. ജനുവരി 20 എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ 27 വേണ്ടിയിട്ട് എൻ്റെ ബെയിൽ ഓർഡർ പറയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. സുപ്രീം കോടതി വരെ ഈ കേസൊക്കെ പോയി. മുഹമ്മദ് ഷഹീൻ ഷാ PN വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് ANR ഈസ് ലിസ്റ്റഡ് ഓൺ 15/01/25 in court number 4 as item number 61 subject to order for the day. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് വരെയൊക്കെ പോയി. അപ്പൊ നിയമത്തിന്റെ മുന്നിൽ ഹാജരായിരുന്നു. ഹൈക്കോടതിയിൽ നിന്നൊക്കെ ബെയിൽ ഡിസ്മിസ് ചെയ്യുമ്പോൾ സറണ്ടർ ആവാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഓക്കെ. ബെയിൽ അപേക്ഷ തള്ളിപ്പോയിട്ടാണ് സുപ്രീം കോടതി വരെ വന്നത്. അപ്പോൾ ബെയിൽ അപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് മണവാളൻ അറസ്റ്റിലായത്. സുപ്രീം കോടതികളിൽ നിന്നും സറണ്ടർ ആവാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോ ഇനി ഞാൻ ഒളിവിലല്ലേ, കാണാൻ മറത്തായിരുന്നു. മാധ്യമങ്ങളിൽ പറഞ്ഞത് മണവാളൻ ഇവിടെ പോയി. അതിന്റെ ഒക്കെ പോസ്റ്റിനടിയിൽ ഫുള്ള് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മണവാളനെ അവിടെ കണ്ടു, മണവാളനെ ഇവിടെ കണ്ടു. കുറെ കമന്റുകൾ കണ്ട് എന്ത് ചെയ്ത് സത്യം പറഞ്ഞ ഇക്കരി ചെയ്തത് അവിടെ കണ്ടു, ഇവിടെ കണ്ടു. ഇവര് എന്ത് വാർത്തയാണ്, മണവാളൻ എവിടെ പോയി, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോഴാണ് ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ട്. ഇവിടെ ഒക്കെ ഇങ്ങനെ നടക്കണമെന്ന് കാണുന്നുണ്ട്. ഞാൻ ഓൾറെഡി ന്യൂസ് മൊത്തം അത് തന്നെയായിരുന്നു. മണവാളുടെ ലുക്കൗട്ട് നോട്ടീസ് വന്നു, മണവാളിനെ കാണാനില്ല, ഒളിവിലാണെന്നാണ് ന്യൂസ് വന്നത്. ഇതല്ലേ നാട്ടുകാരെല്ലാം കാണുന്നത്. അപ്പൊ നാട്ടുകാർക്കെല്ലാം സംശയം വരില്ലേ മണവാളൻ എവിടെയാണെന്ന്? സെറ്റിൽഡ് ആയി 2 വർഷത്തോളമായിട്ട് ഞാൻ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. കൊച്ചിയിലാണ് ഞാൻ എൻ്റെ ഒരു സെക്കൻഡറി ഹോം ടൗൺ ആണ് കൊച്ചി. ബാംഗ്ലൂരിന്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്. ഞാൻ എപ്പോഴും കൊച്ചി, ബാംഗ്ലൂര്, തൃശ്ശൂരൊക്കെ ആയിട്ട് മാറി ഇങ്ങനെ
ഞാൻ ഉണ്ടാവാറാണ് പതിവ്. അപ്പോൾ ബാംഗ്ലൂർ 2 വർഷമായിട്ട് ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ ഞാൻ 2 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് കുറച്ച് ബിസിനസ്, അതായത് പ്രൊഡക്ഷൻ യൂണിറ്റ്, റീറ്റെയിൽ, ക്ലോത്തിങ് ഔട്ട്ലെറ്റ്, അങ്ങനെ പോയിട്ട് കുറച്ച് ബിസിനസിന്റെ ആവശ്യങ്ങളായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്നത്. ഇപ്പൊ നാട്ടിൽ ഷൂട്ടിനൊക്കെ ഇട്ട ആവശ്യങ്ങളായിട്ട് ഞാൻ കൊച്ചിക്ക് വരാറുണ്ട്, ഒരു ഇവന്റിനായിട്ട് കൊച്ചിക്ക് വരാറുണ്ട്. ഇപ്പൊ നാട്ടിൽ തൃശ്ശൂരിന്റെ ആവശ്യത്തിനായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരാറുണ്ട്. അപ്പൊ ഈ 10 മാസത്തോളമായിട്ട് മണവാളനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് വിശ്വസിക്കാൻ പറ്റാതിരിക്കാൻ എന്താണ്, ഇപ്പം വാർത്തയൊക്കെ വരുന്നത് അങ്ങനെയല്ലേ. നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ഒളിവിൽ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവർക്കെതിരെ ലുക്ക് നോട്ടീസുകൾ വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വാർത്ത കാണുകയാണ്, 2 വിദ്യാർത്ഥികളെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ട് ലുക്ക് നോട്ടീസ് വരുന്നു, ഒളിവിൽ പോയി എന്ന് വാർത്ത കാണുമ്പോൾ, ന്യൂസ് കാണുമ്പോൾ ആൾക്കാരത് വിശ്വസിക്കില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ആളുകൾക്ക് വിശ്വസനീയമായ ന്യൂസുകൾ കൊടുക്കേണ്ട മാധ്യമങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കണ്ടമാന ന്യൂസുകൾ പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ എന്ത് ചെയ്യും? ന്യൂസിൽ കണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്. ന്യൂസിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ നടന്ന ഇൻസിഡൻറ്റുകൾ ന്യൂസിൽ ഇങ്ങനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ മണവാളൻ ഒളിവിൽ പോയി എന്നത് വിശ്വസനീയമായിട്ട് തന്നെ നമ്മൾ എടുക്കും. വിശ്വസിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും അവിടെ കിട്ടുന്നില്ല. ന്യൂസുകാർ അത് പ്രോപ്പർ ന്യൂസാണ് കൊടുക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കാഴ്ചക്കാരെല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ ആക്റ്റീവായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഫുള്ള് ഞാൻ റീൽസ് ഇടുന്നുണ്ട്, സ്റ്റോറി ഇടുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. അതിൻ്റെ തെളിവ് എന്താ, ഈ സൈഡിലെ സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാവും. യൂട്യൂബിലായിരുന്നു എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ട്, 2 സ്ട്രൈക്ക്, ഒരു വാർണിങ്ങും 2 സ്ട്രൈക്ക് കിട്ടിയിട്ട് ചാനൽ ചെറിയൊരു ഇഷ്യൂസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിതാ വാനിഷ് ആവുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട് December 31. അതുകൊണ്ട് ആ ഡേറ്റ് വരെ ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ 10 മാസത്തോളം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഞാൻ പബ്ലിക്കിലും സജീവമായിരുന്നു. ഈ December 27 ഇങ്ങനെ വാർത്ത വരുന്നത് 10 മാസത്തോളമായിട്ട് മണവാളനെ കാണാനില്ല. അപ്പൊ ഈ December മാസത്തെ ഞാൻ ക്ലിപ്പ് കാണിച്ചു തരാം. December മാസത്തെ ഈ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചാൽ ഇതാ ഒരു ഇവന്റ് ആണ്, ഒരു അവാർഡ് ഫംഗ്ഷൻ ആണ്. FTV അണ്ടറിൽ കണ്ടക്ട് ചെയ്ത്, ഗ്രോവർ കണ്ടക്ട് ചെയ്ത ഒരു അവാർഡ് ഫംഗ്ഷൻ ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓരോ കാറ്റഗറിയിൽ നിന്നും ബെസ്റ്റ് ക്രിയേറ്റേഴ്സിന് ഫൈനലി നോമിനേഷനിൽ അവർ ലിസ്റ്റ് ഇടും. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളവരെ വോട്ട് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുക. അത് വോട്ട് ചെയ്തത് നിങ്ങളാണ്. പബ്ലിക്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്ത് ഞാനിങ്ങനെ നോമിനേറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, ഇന്ന 3-ാം തീയതിയാണ് അവാർഡ് ഫംഗ്ഷൻ വരുന്നത്, അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന്. അങ്ങനെ വോട്ടിങ്, ഒരു എലക്ഷൻ പോലെ വോട്ടിങ്, പബ്ലിക് വോട്ടിങ് നടക്കുന്നുണ്ട്. ഏത് December മാസമായിട്ടാണ് വാർത്ത വരുന്നത്, 10 മാസമായിട്ട്. ആ മാസത്തെ ഒരു ഇവന്റ് ആണ്. അതായത് കാലിക്കറ്റ് ട്രേഡ് സെന്റർ, ആ കാലിക്കറ്റ് ട്രേഡ് സെന്റർ മനസ്സിലാവില്ല, അത്രയും വലിയൊരു എന്താ വെച്ചാൽ ഒരു ഓഡിറ്റോറിയം പോലത്തെ വലിയൊരു സംഘം. അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, അതായത് ഒരു എക്സിബിഷൻ പോലെ വലിയ പബ്ലിക്കും എല്ലാ ക്രൗഡ് വരുന്ന ഒരു അത്രയും വലിയൊരു ഇവന്റ് ആണ്. ആ ഇവന്റിൽ നടക്കുന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ വിഷ്വൽസ് ആണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത കാരണം എനിക്ക് ബെസ്റ്റ് ക്രിയേറ്റർക്കുള്ള അവാർഡ് എനിക്ക് എന്ത് ചെയ്ത് വോട്ടിങ്ങിൽ നിങ്ങൾ തന്നെ എനിക്ക് തിരഞ്ഞെടുത്തിട്ട് എനിക്ക് അവാർഡ് വിൻ ചെയ്തു. അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ ഒളിവിലുള്ള ആള് എങ്ങനെയാണ്, ഈ December മാസം തന്നെയാണ് കേട്ടോ, ഈ December മാസമാണ് ഈ നടക്കുന്ന ഈ ഇവന്റിന്, ഞാൻ പബ്ലിക് ഇവന്റിന് ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ വരുന്നുണ്ട്, ഇതിൽ എന്നെ വോട്ട് ചെയ്യണം, അവിടെ വെച്ചിട്ടാണ് വിന്നർ അനൗൺസ് ചെയ്യുള്ളൂ, ഞാൻ വരുന്നുണ്ട്, എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒളിവിലുള്ള ആള് എങ്ങനെയാണ് ഒരു ഇവന്റിൽ പങ്കെടുക്കുക? ഞാൻ കോടതിയിൽ, അതെ, ന്യായമായ ചോദ്യമാണ്. പക്ഷേ ഇങ്ങനൊരു ഇവന്റിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, കേരളത്തിലെ ഒട്ടുമുക്കാൽ ജനങ്ങളും കേട്ട് കാണില്ല. മണവാളിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആ ഇവന്റിൽ പങ്കെടുത്ത ആളുകളുടെ ഫോളോവേഴ്സൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കും. ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലേക്ക് മാത്രമേ എത്തൂ. ന്യൂസിൽ വാർത്ത വന്നാൽ മാത്രമേ അതെന്താണ് ഒരു കേരളത്തിലെ അങ്ങോളമുള്ള ഭൂരിഭാഗം ജനങ്ങളിലും എത്തും. ഇൻഫ്ലുവൻസേഴ്സ് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിൽ 3-3.5 കോടി ജനങ്ങളുണ്ട്. അപ്പോൾ ഇനി അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. പ്രോപ്പർ കണക്കൊന്നും ഞാൻ എന്നോ കേട്ട ഒരു കണക്കാണ്, ഇപ്പോഴത്തെ പ്രോപ്പർ കണക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാവരും നോക്കിയാലും എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനൊന്നും എല്ലാവർക്കും ഒന്നും അറിയത്തുമില്ല, ഫോളോ ചെയ്യുന്നുമില്ല. അതിപ്പം ഒരുപാട് കുറേ ക്രിയേറ്റേഴ്സ് ഇട്ടു എന്ന് പറഞ്ഞാലും ഇത്ര ജനങ്ങളുടെ ഇടയ്ക്കോട്ടൊന്നും എത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാവും ന്യൂസുകാരെ അറിയാതെ പോയത്. പാവ ന്യൂസുകാർ, അവർ സോഷ്യൽ മീഡിയയിൽ അവർ മണവാളിനെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. മണവാള അത് മനസ്സിലാക്കുക. ന്യൂസുകാരൊന്നും മണവാളിനെ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരറിയാതെ പോയത്. ശരിയാണ്. ഈ ന്യൂസ് കൊടുക്കുമ്പോൾ, ഒരാളെ പറ്റി ന്യൂസ് കൊടുക്കുമ്പോൾ അവരെ ഒന്ന് ഫോളോ ചെയ്ത് അവരെ ഒളിവിലാണ് എന്ന് വാർത്ത കൊടുത്ത സ്ഥിതിക്ക്
അവരിനി ഒളിവ് മാറ്റി പുറത്ത് വന്നോ, ഇനി സമൂഹ മധ്യത്തിൽ ആരും അറിയാതെ വന്നോ എന്നൊക്കെ ഫോളോ ചെയ്യേണ്ട ന്യൂസുകാരെ. ഒരാൾ ഒളിവിൽ പോയ ആൾ തിരിച്ചു വരുമ്പോൾ അത് സെൻസേഷണൽ ന്യൂസ് അല്ലേ? അവർ ഒളിവിലാണ്, ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയ ആൾ ഇതേ പബ്ലിക്കായിട്ടൊരു അവാർഡ് വാങ്ങാൻ വരുന്നു എന്ന് ആദ്യം വാർത്ത കൊടുക്കുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന പരിപാടിയല്ലേ? അപ്പോൾ ആളുകളെ പറ്റി ന്യൂസ് കൊടുക്കുമ്പോൾ അവരെ സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്ക്, യൂട്യൂബിൽ എല്ലായിടത്തും ഫോളോ ചെയ്യുക. അവർ അവിടെയാണ് ഇത് ഇപ്പം സ്റ്റോറി റീലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ന്യൂസ് കൊടുത്തുകൂടെ? ഒളിവിലിരുന്ന് മണവാളൻ റീലിടുന്നു, ഒളിവിലിരുന്ന് മണവാളൻ സ്റ്റോറി ഇടുന്നു, ഒളിവിൽ ഇരുന്നിട്ട് മണവാളൻ അവാർഡ് വാങ്ങാൻ വരുന്നു എന്ന് പറയുന്നു, അവാർഡ് വാങ്ങാൻ വന്നു, അവാർഡ് വാങ്ങിപ്പോയി എന്നല്ല നിങ്ങൾക്ക് ന്യൂസ് കൊടുത്തൂടെ? അപ്പം ഏത് ഇൻഫ്ലുവൻസിന് ആരെപ്പറ്റി ഇമ്മതി ന്യൂസ് കൊടുത്താലും അവരെയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റോറിയിലൂടെയും റീലിലൂടെയൊക്കെ കുറേ തുമ്പ് കിട്ടും. നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഹാജരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒളിവിൽ പോയി ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പൊ സെപ്റ്റംബർ മാസം വേറൊരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സിയ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇതിന് മാത്രം അവാർഡുകളൊക്കെ എവിടെ കൊടുക്കുന്നേ? നമ്മളാരും അറിയുന്നില്ലല്ലോ ഇത്രയൊക്കെ അവാർഡ് കൊടുക്കുന്നത്. അത് ഹൈലൈറ്റ് മാള്, കാലിക്കറ്റ് തന്നെ ഹൈലൈറ്റ് മാളില് സെപ്റ്റംബർ മാസം നടക്കുന്ന ഒരു ഇവന്റ് ആണ്. നമ്മുടെ ബോച്ചയാണ് അതിൽ അവാർഡ്. ബോച്ചയാണ് എനിക്ക് അവാർഡ് തരുന്നത്, ബെസ്റ്റ് എന്റർടൈനർക്കുള്ള അവാർഡ് ബോച്ചയുടെ എന്നാണ്. ഞാൻ സെപ്റ്റംബർ മാസം അതും ഒരു പബ്ലിക് ഇവന്റ് ആയിരുന്നു. അത് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അവാർഡ് ഞാൻ കളക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതും പോസ്റ്റർ എന്ത് ചെയ്ത് അവാർഡ് വിൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവരെന്നെ പോസ്റ്റർ അവരുടെ രീതിക്ക് ഷെയർ ചെയ്തിരുന്നു. ആ ഇൻവൈറ്റ് കൊളാബ് ഇട്ടപ്പോൾ ഞാനിത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ ഇതാ ഇവന്റ് നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഈ ഡിസംബർ മാസം തന്നെ അതപ്പോ ഈ കാണുന്നത് എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെന്റ് ആണ്. അത് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫംഗ്ഷൻ നടന്നിരുന്നത്. എൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ 10 മാസമായിട്ട് മണവാളനെ കാണാനില്ല. അപ്പൊ എൻ്റെ അനിയത്തിയുടെ പരിപാടിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച പരിപാടിക്ക് തന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ അതിലൊരു ഫോട്ടോ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ വെക്കുന്ന ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു കല്യാണത്തിൽ പോയ ഫോട്ടോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. ഉപ്പയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഇവിടെ കേച്ചേരിൽ തന്നെയാണുള്ള എൻ്റെ കട ഷോപ്പിന്റെ കേച്ചേരി ഷോപ്പിന്റെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 29 ഓഗസ്റ്റ് 2024 ജൂലൈയിൽ എന്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒളിവിൽ പോയി, നോട്ടീസ് വരുന്നു, ഒളിവിന് പോയി, ഒളിവിലായി എന്നൊക്കെയാണ് ന്യൂസുകളൊക്കെ വന്ന് തുടങ്ങിയത്. ഒളിവറ സ്റ്റോറി ഇടുന്നുണ്ട്, ആഗസ്റ്റിലൊക്കെ കല്യാണം കൂടുന്നതിൻ്റെ ഒക്കെ ഫോട്ടോ ഇടുന്നുണ്ട്. ഇതൊക്കെ ന്യൂസുകാർക്ക് അയച്ചു കൊടുക്കേണ്ട മണവാള. ഇമാതിരി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസ്, നമ്മളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസ്, തെളിവുകളൊന്നും ഇല്ലാതെ പ്രോപ്പർ ഇൻഫർമേഷൻ ഇല്ലാതെ ഒളിവിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകാർ ന്യൂസ് കൊടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല നിങ്ങൾക്ക്. ആളുകളൊക്കെ ഇപ്പം എന്ത് വിചാരിക്കും? ഇപ്പം തന്നെ മണവാളുടെ വീഡിയോ എത്ര ആളുകളിലേക്ക് എത്തും? ന്യൂസിൽ ചെന്നാലേ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തൂ. അപ്പോൾ അവരോട് പറയണ്ടേ ഞാൻ ഒളിവിലില്ല, ഇവിടെ ഉണ്ട്, ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്, കേസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് അവരോട് പറയണ്ടേ? എങ്കിലല്ലേ അവരറിയൂ. ആഫിന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തപ്പോൾ ഇട്ട ഫോട്ടോയാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ നാട്ടിലത്തെ കല്യാണങ്ങൾക്കും ഞാൻ പോകുന്നുണ്ട്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ചെയ്ത ഫോട്ടോ ആണ്. അതിൽ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കൊണ്ടാണ്, അത് തെളിവുള്ളത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്നുള്ളത് പറയുന്നതിൽ പ്രസക്തിയില്ല. ഞാൻ എന്താണോ തെളിവുള്ള ഡേറ്റ് വരെ ഞാനിതാ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിൻ്റെ ഡേറ്റ് ഞാൻ സ്ക്രീൻഷോട്ടോടെ കാണിക്കുന്നുണ്ട്. ആ ഡീൽ ഇങ്ങനെ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് തെളിവ് എന്താണുള്ളത്, തെളിവുള്ളത് മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. പിന്നെ ഇത് മാത്രം കൂടാണ്ട് ഞാൻ കൊച്ചിയിലായിക്കോട്ടെ, കൊച്ചിയിൽ ഒരുപാട് ഷോപ്പിംഗ് മാളിൻ്റെ, അതായത് വി മാർട്ട്, അങ്ങനെ കുറേ ഡ്രസ്സ് സ്റ്റോറുകൾ, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുടെ കൊച്ചിയിൽ, കോഴിക്കോട് ഒക്കെ ആയിട്ട് ഞാൻ പ്രമോഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു. ഈ മാധ്യമങ്ങളിൽ 10 മാസമായിട്ട് മണവാളിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കടിയിൽ തന്നെ കമന്റ് വരുന്നുണ്ടായിരുന്നു. ദേ മണവാളൻ ഇതാ അവിടെ ബാംഗ്ലൂർ നടക്കുന്നുണ്ടല്ലോ. മടിവാളുള്ളവർക്കൊക്കെ എന്തായാലും അറിയാം, ഞാൻ എപ്പോഴും അവിടെ ചായ കുടിച്ചിരിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ വല്ല മന്തിക്കടയിലോ അല്ലെങ്കിൽ വല്ല ചായക്കടയിലോ, ഈ രണ്ടേതൊരു സ്ഥലത്ത് ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അവരൊക്കെ കമന്റ് ഉണ്ടായിരുന്നു, മണവാളൻ എന്താ കാസ്റ്റിലുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇതിൽ മൊത്തം അടിയിലുണ്ടായിരുന്നു. അല്ല ഗൈസ്, നിങ്ങൾക്ക് ഈ മണവാളിനെ അവിടെ ഇവിടെ വെച്ച് കണ്ടവർക്കെങ്കിലും കുറെ ഫോട്ടോ എടുത്ത് ന്യൂസുകാർക്ക് അയച്ചു കൊടുത്തുകൂടായിരുന്നോ? ന്യൂസുകാർക്ക് അതൊരു സെൻസേഷണൽ ന്യൂസ് ആയനല്ലോ. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാവും. ആരെങ്കിലും ഒളിവിൽ പോയി, അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ ലുക്കൗട്ട് നോട്ടീസ് വന്നു, ആരെങ്കിലും ഒളിവിൽ പോയി എന്നൊക്കെ ന്യൂസ് കണ്ടിട്ടാണ് നടക്കുന്നതെങ്കിൽ അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക ന്യൂസുകാർക്ക്. ഗൈസ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഒളിവിൽ പോയ മണവാളൻ്റെയും മടിവാളയിലെ നെഹദി മന്തി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിളിച്ച് പറയണം ന്യൂസുകാരെ. അപ്പോൾ എങ്കിലൊരു ഗുമ്മുള്ളൂ. വീണ്ടും ന്യൂസൊക്കെ വരണ്ടേ? ന്യൂസുകാർക്ക് ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുക. അപ്പോൾ എന്തായാലും ഒളിവിൽ പോയവരെ കണ്ടാൽ ന്യൂസുകാരെ വിളിച്ചറിയിക്കുക. ഓക്കെ. പിന്നെ ഞാൻ കൂർഗിൽ പോയത്, കൊടക്,
അതെന്ന് വെച്ചാല് എൻ്റെ വധൂത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫാമിലി, ഒരു അകന്ന ഫാമിലി പ്ലസ് ഫ്രണ്ടും ആണ് എൻ്റെ. ആ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ്, കൊടകാണ് അവന്റെ വീട്. ആ എൻഗേജ്മെന്റിനാണ് ഞാൻ പോയത്, എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അപ്പൊ അവിടെ കൊടകൊന്ന് കറങ്ങാലോ വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഇടയിൽ രാമേശ്വരം പോയിരുന്നു, ഡൽഹി പോയിരുന്നു. അതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പലയിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കൂർഗിൽ പോയപ്പോഴാണ് എന്നെ എന്ത് ലാസ്റ്റ് അറസ്റ്റ് ചെയ്ത്. അവിടെ ഒരു ഐ തിങ്ക് ഒരു 1 വീക്കിന്റെ അടുത്ത് എൻഗേജ്മെന്റിന്റെ ഡേറ്റിന് 2 ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തുന്നത്. അവിടുന്ന് ഒരു 1 വീക്കിന്റെ ഉള്ളിൽ എനിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോസിറ്റീവ്ലി പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഡിസ്മിസ് ആവുന്നെങ്കിൽ അതെന്തായാലും അന്ന് 15-ാം തീയതി എന്നെ തള്ളുമായിരുന്നു. വക്കീൽ പറഞ്ഞ് പോസിറ്റീവ്ലി അത് മാറ്റി വെച്ചേക്കണം, നമുക്ക് മിക്കവാറും അത് ബെയിൽ കിട്ടും എന്ന് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു. ലൈക്ക് ഇത്രയും നാളും അറസ്റ്റ് ചെയ്യാതിരുന്നിട്ട് ഇപ്പം അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? എനിക്കത് സ്റ്റിൽ അങ്ങോട്ട് കത്തുന്നില്ല ഗൈസ്. ഇതിനെപ്പറ്റി നിയമവശങ്ങളെ പറ്റിയൊക്കെ അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്ര നാളും പിടിക്കാതിരുന്നിട്ട് ലൈക്ക് ഓരോ സ്ഥലത്തു നിന്നും ബെയിൽ തള്ളി പോകുന്നുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്തില്ല. പിന്നെ അവസാനം അത്രയും നാൾ കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോസിറ്റീവ്ലി പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചൊരു കേസിലെ പ്രതി എന്ന ആരോപിതനായ വ്യക്തിയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവൻ ബെയിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രതിയെ അത് എനിക്ക് കത്തുന്നില്ല കേസ്. ഇത്ര നാൾ ഇവരെന്താണ് ലാഗ് അടിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കത് കത്തുന്നില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എന്തായാലും മണവാളൻ ഒളിവിൽ പോയിട്ടില്ല. മണവാളൻ സകല സ്ഥലത്തും ആക്റ്റീവായിരുന്നു. കോഴിക്കോട്, കൊച്ചി, ബാംഗ്ലൂർ, തമിഴ്നാട്, ഡൽഹി എല്ലാം മൾട്ടിപ്പിൾ സംസ്ഥാനത്തായിട്ട് ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ മണവാളൻ വരുന്നുണ്ടായിരുന്നു. മണവാളൻ ഒളിവിലല്ലായിരുന്നു ഗൈസ്. ഓക്കെ, അതാണ് മണവാളൻ ഇപ്പോൾ തെളിവുകൾ നിരത്തിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ മണവാളന്റെ ഒളിവ് പബ്ലിഷ് ആയതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി. ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ ഒളിവ് പോയിട്ടില്ല. അപ്പൊ ഏകദേശം ഈ മാധ്യമങ്ങളിൽ ഇത് വന്നതിന്റെ ഏകദേശം കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിയമത്തിന്റെ മുന്നിൽ ഞാൻ ഹാജരായിരുന്നു. ഞാൻ അല്ലാണ്ട് ഒളിച്ചും പാത്തും എവിടെയും നടന്നിട്ടില്ല. ഞാൻ എല്ലായിടത്തും എവിടെ പോകുമ്പോഴും ഞാൻ സ്റ്റോറിയിൽ ലൊക്കേഷൻ മേലെ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നത് വരെ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും എൻ്റെ പുതിയ ലുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അടിപൊളിയായിട്ടെന്ന് പറഞ്ഞിരുന്നു, പുതിയ ലുക്ക് പൊളിച്ചു എന്ന് പറഞ്ഞ കമന്റ് മൊത്തം അതാണ്. വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് അലോട്ട്. ഇനി ഇതിൽ ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് നിങ്ങൾക്ക്. ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പൊളിക്കണില്ല, വരും വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് ട്വിസ്റ്റ് എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും എന്തായിരിക്കും ആ ട്വിസ്റ്റ് എന്നുള്ളത്. അത് മിക്കവാറും മുടി വിഗ്ഗാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ മുടി വെട്ടിയാനാണ് ഇവർ ഇത്തരം കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് വിഗ്ഗാവാനുള്ള സാധ്യതയും ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ആ ട്വിസ്റ്റ് വിഗ്ഗാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് മണവാളൻ്റെ ഒളിവ് കഥ. മണവാളൻ ഒളിവിലായിരുന്നു, 10 മാസം ഒളിവിൽ പോയ കഥ അതാണ്. ആൻഡ് നിങ്ങൾക്ക് ഒരു സംശയം കാണും, ഈ ഒളിവിൽ പോവാത്ത ഒരാൾക്കെതിരെ എന്തിനാണ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയതെന്ന്. ആ സംശയം എനിക്കുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ഇൻ്റർനെറ്റിൽ കുറച്ച് പരതി ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത്, ലുക്കൗട്ട് നോട്ടീസ് ക്യാൻ ബി പബ്ലിഷ്ഡ് ഈവൻ വെൻ എ പേഴ്സൺ ഈസ് അവൈലബിൾ ബിക്കോസ് ഇറ്റ്സ് primary purpose is to alert immigration authorities to potentially detain an individual at the border if they try to leave the country, even if they are currently present, to ensure they appear in court or cooperate with an ongoing investigation, preventing them from fleeing the jurisdiction while legal proceedings are underway. Okay, ആൾ ഒളിവിൽ പോയിട്ടില്ല എങ്കിലും ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കും. അതൊരു റെഗുലർ പ്രൊസീജിയറാണ്. കൊലപാതക ശ്രമമല്ല ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ ആൾ രാജ്യം വിട്ടു പോകാതിരിക്കാൻ, രാജ്യം അല്ലെങ്കിൽ ഈ ജൂറിസ്ഡിക്ഷൻ ചിലപ്പോൾ അവരതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും, എത്ര ഇതിന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്ത് വിടാം. ലുക്കൗട്ട് നോട്ടീസ് മെയിൻലി പബ്ലിഷ് ചെയ്യുന്നത് ഇമിഗ്രേഷന് വേണ്ടിയാണ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായി. ഞാനിപ്പോൾ ഗൂഗിളിൽ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലായിടത്തോളം ഇമിഗ്രേഷൻ ആളുകൾക്ക് കൊടുക്കാനും വേണ്ടിയാണ് മെയിൻലി ഈ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്. അവർ രാജ്യം വിട്ട് ഒളിവിൽ പോവാതിരിക്കാൻ വേണ്ടി. ആൾ ഒളിവിലല്ല, കറൻ്റ്ലി ഒളിവിലല്ല, ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ കൂടി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തുവിടുന്നത്. ഈ സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ മണവാളൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വന്ന സംശയമാണ്, മണവാളൻ ഇവൻ ഇങ്ങനെ പോയിട്ടേ ഇല്ല, എല്ലായിടത്തും വരുന്നുണ്ട്, പിന്നെ എന്താവശ്യത്തിനാണ് പോലീസുകാർ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്
ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് എന്ന് ഒരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്കും വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ആ കാരണം. എനിക്ക് മനസ്സിലായത് അതാണ്. ആൾ രാജ്യം വിട്ട് പോയിരിക്കാൻ വേണ്ടി ഒരു നോർമൽ പ്രൊസീജിയറായിട്ട് അവർ ഇറക്കിയതാണ്. പിന്നെ ഇവൻ മണവാളൻ ഒരു യൂട്യൂബറാണ്, ഫേമസ് ആയതുകൊണ്ട് ന്യൂസുകാരെന്ത് ചെയ്തു, അതെടുത്ത് പുറത്തു വിട്ടു. മണവാളൻ ഒളിവിലാണ് എന്നുള്ള രീതിയിൽ വാർത്തയും പറഞ്ഞു വിട്ടു. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഈ കണ്ട കാര്യങ്ങളിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്. ഇപ്പോൾ ചിലപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള കേസുകളിൽ ഇൻവോൾവ് ആകുന്ന ആളുകൾക്കെതിരെ എല്ലാം വരുന്നുണ്ടാവും, പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ലെന്ന് മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ ഫേമസ് ആയിട്ട് യൂട്യൂബറാണ്, അതുകൊണ്ട് ന്യൂസുകാർ അതെടുത്ത് ആഘോഷിച്ചു. ഇവൻ എല്ലായിടത്തും പബ്ലിക്കലി വന്നുകൊണ്ടിരുന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ഇവൻ 10 മാസമായിട്ട് ഒളിവിലാണ് എന്ന് പടച്ചു വിട്ടു. അതെന്തായാലും പോട്ടെ. പിന്നെ എനിക്ക് ഇപ്പോഴുള്ളൊരു ഡൗട്ട്, ഇത്ര കാലം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ഇത്രയും നാളും 10 മാസം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ബെയിലുകൾ പല കോടതിയിൽ തള്ളിയിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ഡൗട്ട് എനിക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്ര നാൾ കാത്തിരുന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, അത് മാത്രമേ ഇതിൽ ഇപ്പോൾ എനിക്ക് ഡൗട്ടുള്ളൂ. നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ചോദിച്ച ഡൗട്ടിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിയമവശങ്ങളെപ്പറ്റി ധാരണയുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ ലുക്കൗട്ട് നോട്ടീസിൻ്റെ നിയമവശത്തെപ്പറ്റി ഞാൻ തെറ്റാണ് പറഞ്ഞത് എങ്കിൽ അതിൻ്റെ കറക്ഷൻ ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. മണവാളൻ മറ്റേ ട്വിസ്റ്റുമായിട്ട് വരുമ്പോൾ അതും നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.